അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മക്കളിൽ പഠന മേഖലകളിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രയാസഘട്ടങ്ങളെ തൃപ്തിപ്പെടാനും പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് തരണം ചെയ്യാനുള്ള നല്ല മനക്കരുത്തും അവർക്ക് ലഭിക്കും. എന്നു മാത്രമല്ല, ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നല്ല മനോഭാവവും അവർക്കുണ്ടാകും. ഇനി ഈ ദിക്ർ പതിവാക്കിയാലോ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറി സമാധാനപരമായി ജീവിക്കാനും ജീവിതത്തിന്റെ ചവിട്ടുപടികളെല്ലാം നല്ല രീതിയിൽ സഹിലായി എളുപ്പമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന നല്ല ഒരു ദിക്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല മനക്കരുത്തുണ്ടാവാനും സംസാര വൈഭവം നല്ല രീതിയിൽ മെച്ചപ്പെടാനും വേണ്ടി അള്ളാഹു താലയോട് പ്രത്യേകം ദുആ ചെയ്തതും കൂടിയാണ്. ഖുർആൻ പറഞ്ഞ ദിക്റാണ്. ഈ ദിക്ർ ഉസ്താദുമാരുടെയൊക്കെ വാഴുകളിലും പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ തുടക്കത്തിൽ പറയുന്ന ദിക്റും കൂടിയാണ്, ഖുർആനായത്തും കൂടിയാണ്. ഈ ദിക്ർ എന്താണെന്നല്ലേ? റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇതിന്റെ ആശയം തന്നെ എൻ്റെ ഹൃദയം നന്നാക്കണേ, എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ, ഞാൻ ജനങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ സംസാരവും നന്നാക്കുകയും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാക്കി തീർക്കുകയും ചെയ്യണമേ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പ്രസംഗങ്ങള്, പ്രോഗ്രാമുകള്, വിഷയങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലൊക്കെ നല്ല മനക്കരുത്തോടു കൂടി നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും അവിടെയൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാനും പറ്റിയ ദിക്റാണിത്. ഈ ദിക്ർ എല്ലാ വിദ്യാർത്ഥികളും 5 വഖ്ത് നിസ്കാര ശേഷവും മറ്റു സമയങ്ങളിലൊക്കെ പതിവാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വിജയമുണ്ടാകും. അള്ളാഹു തആല എല്ലാ മക്കളെയും എല്ലാവരെയും അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.